മുല്ലയ്ക്കും മുക്രിക്കും ഇമാമിനും ശമ്പളം കൊടുക്കുന്ന പരിപാടി പശ്ചിമ ബംഗാൾ സർക്കാർ നിർത്തി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. മുല്ലയ്ക്ക്, മുക്രിക്ക്, ഇമാമുമാർക്ക്, മൗ അദീനുകൾ എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് വിളിക്കുന്നവർ, ഇവർക്കൊക്കെ പശ്ചിമ ബംഗാൾ സർക്കാർ മമതാ ബാനർജിയുടെ കാലത്ത് മാസം തോറും ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് തികച്ചും മതപരമായ കാര്യങ്ങൾ നടത്തുന്ന ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് മമതാ സർക്കാർ ശമ്പളമായി കൊടുത്തിരുന്നത്. അതുകൂടാതെ ഇവർക്ക് പെൻഷൻ, ഭവന നിർമ്മാണ പദ്ധതി, ചികിത്സാ പദ്ധതി, പ്രസവാനുകൂല്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വാരിക്കോരി കൊടുത്ത് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് പോലെയാണ് മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസ്, പശ്ചിമ ബംഗാൾ സർക്കാരിനെ കൊണ്ടു നടന്നിരുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ ഞെട്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സുവേന്ദു അധികാരി ഇന്നലെ പറയുകയാണ്, അതായത് ഈ സംസ്ഥാനത്ത് ഒരു ബജറ്റ് എല്ലാ സംസ്ഥാനത്തും ഉണ്ടല്ലോ, അതുകൂടാതെ പശ്ചിമ ബംഗാളിൽ ഒരു മുസ്ലിം ബജറ്റ് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഒരു പ്രത്യേക ബജറ്റ് 5000 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാറ്റിവെച്ചിരുന്നത്. 5000 കോടി രൂപ എന്തിനാണെന്നറിയോ? 5000 കോടി അത് അറിയണം. അതായത് മൈനോറിറ്റി അഫയേഴ്സ് ആൻഡ് മദ്രസ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ വകുപ്പുണ്ട്. ഈ വകുപ്പിന് വേണ്ടിയിട്ടാണ് 5000 കോടി രൂപ കൊടുക്കുന്നത്. ഈ 5000 കോടി രൂപ എന്തിനാണ് ചെലവഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. മദ്രസ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം. ശരിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഭൂമി പരന്നതാണെന്നുള്ള കാലത്തും, ഭൂമി പരന്നതാണെന്ന് കരുതിയിരുന്ന കാലത്തും, ഭൂമി സൂര്യനെ ചുറ്റുകയാണ് എന്നു കണ്ടെത്തിയ ആളാണ് പ്രവാചകനായ നബി തിരുമേനി എന്നാണല്ലോ സതീശൻ്റെ പ്രസംഗം. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, നിങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ. അതിനകത്ത് ശാസ്ത്രീയതയെക്കുറിച്ചും നിങ്ങൾക്കറിയാം, അതുകൊണ്ട് കിടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മിടുമിടുക്കന്മാർക്ക്, മഴ പെയ്യിക്കുന്നത് അല്ലാഹുവാണ്, ഭൂമി പരന്നതാണ്, ചന്ദ്രനെ രണ്ടായി വെട്ടിപ്പിളർത്തിയിട്ടുണ്ട് തുടർന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം. ആ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് പിന്നെ മദ്രസകൾ നവീകരിക്കണ്ടേ? ബംഗാളിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അവിടുത്തെ സ്കൂളുകളുടെ അവസ്ഥ. പല പള്ളിക്കൂടങ്ങളും പൂട്ടിപ്പോയിരുന്നു. പല പള്ളിക്കൂടങ്ങളും അടച്ചു പൂട്ടിച്ചിട്ട് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കുകയായിരുന്നു. അത്തരം സ്കൂളുകളൊക്കെ തിരിച്ചു പിടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ സ്കൂളുകളിലേക്ക് കുട്ടികൾ വന്ന് നൃത്തം ചെയ്യുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, മദ്രസകളുടെ നവീകരണത്തിനും മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഈ 5000 കോടി രൂപ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നത്. അപ്പോൾ സുവേന്ദു അധികാരി ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു, ഒരു ജനാധിപത്യ സർക്കാരിന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം സാമ്പത്തികമായി സഹായം നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ജനാധിപത്യമല്ല. ഖജനാവിലെ പണം എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. അങ്ങനെ പൊതുഖജനാവിൽ എല്ലാ വിഭാഗം ആളുകളും നൽകുന്ന പണമെടുത്ത് ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ബജറ്റ് എന്ന പേരിൽ അവതരിപ്പിച്ച് ഒരു വിഭാഗത്തിൻ്റെ കയ്യടി എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇനി പറ്റില്ല, അതുകൊണ്ട് നിർത്തിയിരിക്കുന്നു, ഇനിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ. ബംഗാളിൽ കഴിഞ്ഞ ദിവസം പാർക്ക് സർക്കസ് മേഖലയിൽ അവരുടെ 7th ക്രോസിൽ വെച്ചിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിമുകൾ ബോലോ തക്ബീർ വിളി, അല്ലാഹു അക്ബർ വിളികളുമായി വന്ന് റോഡ് ഉപരോധിച്ച് വലിയ കലഹമുണ്ടാക്കി, സേനയുമായിട്ട് ഏറ്റുമുട്ടി, വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടായി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ വിശദ വിവരങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്, പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവാണ്. നമ്മുടെ മാധ്യമങ്ങൾ മൂടി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച കലാപത്തെ തുടർന്ന് 40 കമ്പനി കേന്ദ്രസേനയെ വിളിച്ചിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അപ്പോൾ വലിയ ഭീകരമായ തോതിൽ മുസ്ലിമുകൾ തെരുവിലിറങ്ങാൻ കാരണം, മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിമൊന്നും അല്ലെന്നേ നമുക്കറിയാം. വോട്ടർ പട്ടികയിൽ നിന്ന് 90 ലക്ഷം ആളുകളാണ് പുറത്തു പോയത്. 90 ലക്ഷത്തിൽ മഹാഭൂരിപക്ഷവും ബംഗ്ലാദേശികളാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്ന ബംഗാളികളിൽ നല്ല ശതമാനവും മുസ്ലിമുകളാണ്. ഈ മുസ്ലിമുകളെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന അവരെ പുറത്താക്കും, ഇന്ത്യക്കാരല്ലാത്ത ബംഗ്ലാദേശി മുസ്ലിമുകളെ പുറത്താക്കുമെന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടാണ് പശ്ചിമ ബംഗാളിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിച്ച പദ്ധതികളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 2005 സുപ്രീം കോടതി നിരോധിച്ച കോളാമ്പി മൈക്കുകൾ വെക്കാൻ സമ്മതിക്കില്ല. എവിടെയാണ് കോളാമ്പി മൈക്കുകൾ വെക്കുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും കാണാറുണ്ടോ? നമ്മുടെ ചുറ്റും ഇപ്പോഴും സജീവമായിട്ട് കോളാമ്പി മൈക്കുകളുണ്ട്. മസ്ജിദുകളിൽ, മോസ്കുകളിലാണ്. എന്നാൽ ഒരു ക്ഷേത്രത്തിലും ഒരു ക്രിസ്ത്യൻ ചർച്ചിലും മറ്റൊരു പൊതുപരിപാടിയിലും കോളാമ്പി മൈക്കുകളില്ല. കാരണം അതെല്ലാം നിരോധിക്കപ്പെട്ടതാണ്. പക്ഷേ 2025 നിരോധിക്കപ്പെട്ട് 21 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള മസ്ജിദുകളിൽ ഈ കോളാമ്പി മൈക്കുകൾ ഉപയോഗിക്കുന്നത് മുസ്ലിം
മസ്ജിദുകളിൽ മാത്രമാണ്, മോസ്കുകളിൽ മാത്രമാണ്, രാജ്യത്തെ നിയമം തങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു പ്രവർത്തിക്കുകയാണ്. ഉത്തർപ്രദേശിൽ നടപടി ഉണ്ടായിട്ടുണ്ട്, ആസാമിൽ നടപടി ഉണ്ടായിട്ടുണ്ട്, യു പിയിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളും തീരുമാനിക്കുന്നു കംപ്ലീറ്റ് ഉച്ചഭാഷണികളും നീക്കുകയാണ്. പാട്ട് വെച്ചോ അല്ലെങ്കിൽ വാങ്ക് വിളിച്ചോ, പക്ഷെ മതിലിനകത്ത് കേൾക്കണം, മതിലിന് പുറത്ത് കേൾക്കരുത്. ഈ ഉച്ചഭാഷണിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു വാങ്ക് വിളിച്ചിരുന്നത്? അന്നൊക്കെ ഇത്രയും ജനസംഖ്യയില്ല, ഇത്രയും മസ്ജിദുകളും മോസ്കുകളുമില്ല. അപ്പോൾ വളരെ ദൂരെ പ്രദേശങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന ആളുകളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബാങ്ക് വിളിച്ചിരുന്നില്ലേ? ആളുകൾ വന്നിരുന്നല്ലോ, ആളുകൾക്കറിയാമല്ലോ സമയം. എങ്കിൽ പിന്നെ ആധുനിക കാലത്ത് തിങ്ങിച്ചേർന്ന് ജനസാന്ദ്രത കൂടിയ മേഖലകളിൽ ഒരു പ്രദേശത്ത് തന്നെ 5ഉം 6ഉം ഒക്കെ മോസ്കുകളുള്ള സമയത്ത് എന്തിനാണ് എല്ലാ മോസ്കുകളിലും ഈ ഉച്ചഭാഷണി കെട്ടി ബാങ്ക് വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഴുവൻ ഉച്ചഭാഷണികളും കോളാമ്പികളും അഴിച്ചു മാറ്റാൻ പശ്ചിമ ബംഗാൾ സർക്കാർ തീരുമാനിച്ചു. ഒപ്പം റോഡിൽ കുത്തിയിരുന്ന് നിസ്കരിക്കുന്ന പരിപാടി നടക്കില്ല എന്നും പറഞ്ഞു. അതിനെതിരെ ഞങ്ങൾക്ക് ഏത് പൊതു റോഡും ഏത് പൊതുസ്ഥലവും ഏത് പൊതു ഗതാഗത സംവിധാനവും ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർക്ക് സർക്കസിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ സംഘർഷം ആരംഭിച്ചത്. സുവേന്ദു അധികാരി അണുവിട വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരു തരത്തിലും ഇത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, ഇനി ഡിപ്പോർട്ട് ചെയ്യും. അതായത് ഇവിടെ ബംഗ്ലാദേശികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തി അവരുടെ പേരുകൾ നിയമപ്രക്രിയയിലൂടെ സുപ്രീം കോടതി അംഗീകരിച്ച SIRലൂടെ നീക്കം ചെയ്തു. ഇനി ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പുറത്താക്കും, നാട് കടത്തും, ഇന്ത്യക്കാരല്ലാത്തവരെന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. മാത്രമല്ല, നിയമം കയ്യിലെടുത്താൽ തിരിച്ചടി 100% 200% തിരിച്ചടി ഉണ്ടാകും എന്നുകൂടി പറഞ്ഞിട്ടാണ് 40 കമ്പനി കേന്ദ്രസേന കൂടെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറയുന്നത്. നല്ല ചുട്ടടി കൊടുക്കുന്നുണ്ട്. അടിയിൽ നിന്ന് വെടിയിലേക്ക് നീങ്ങാതെ നോക്കേണ്ടത് ഈ പറയുന്ന അക്രമകാരികളായ വർഗീയവാദികളായ ബംഗ്ലാദേശികളുടേതാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതോടൊപ്പമാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് ഈ പാർക്ക് സർക്കസിലെ ഈ അക്രമ പരിപാടി ഉണ്ടായില്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഒരുപക്ഷെ സുവേന്ദു അധികാരി ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിന്നെ നിൻ്റെ സ്പെഷ്യൽ ബഡ്ജറ്റ് അങ്ങ് തീർത്തേക്കാമെന്ന് തീരുമാനിച്ചു. അതങ്ങ് തീർത്തു. ഇനി ഇല്ല എന്ന് പറഞ്ഞു. ഇനി ശമ്പളം കൊടുക്കുന്ന പരിപാടിയില്ല. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട്, മുല്ലയ്ക്കും മുക്കുറിക്കും പെൻഷൻ കൊടുക്കുന്നു എന്നൊക്കെ. അത് 100% ശരിയല്ല എന്ന അഭിപ്രായം മുമ്പൊരിക്കലൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വ്യാജമായ ചില പ്രചാരണങ്ങളുണ്ട്. കേരള സർക്കാർ മദ്രസകളിലെ അധ്യാപകർക്ക് അല്ലെങ്കിൽ പള്ളികളിലെ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഒന്നും കൊടുക്കുന്നില്ല എന്നത് തത്വത്തിൽ ശരിയാണ്. പക്ഷേ ഇവർക്ക് വേണ്ടി ഒരു ക്ഷേമനിധിയുണ്ട്. ക്ഷേമനിധിയിൽ മാസം 50 രൂപയോ മറ്റാണ് അടയ്ക്കേണ്ടത്. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്, സ്ത്രീകളുടെ ഭാര്യമാർക്ക് പ്രസവിക്കാനുള്ള ആനുകൂല്യമുണ്ട്, വിദ്യാഭ്യാസ ആനുകൂല്യമൊക്കെ ഉണ്ട്, അതൊക്കെയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പറയാം ഞങ്ങൾ ക്ഷേമനിധിയിൽ ചേർന്നതുകൊണ്ടാണ് കേരളത്തിൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എന്ന്. അത് ശരിയുമാണ്. പക്ഷേ ക്ഷേമനിധിയായിട്ട് എത്ര രൂപയാണ് അടയ്ക്കുന്നത്? ഒരാളുടെ ജീവിതകാലം ഒരു വർഷം 50 രൂപയാണെങ്കിൽ അടയ്ക്കുന്ന 600 രൂപയാണ്. 10 വർഷമാണെങ്കിൽ 6000 രൂപ, 20 വർഷമാണെങ്കിൽ 12000 രൂപ, 30 വർഷമാണെങ്കിൽ 18,000 രൂപ. ഈ 18,000 രൂപ 30 വർഷം കൊണ്ട് അടയ്ക്കുന്ന ഒരാൾക്ക് എത്ര രൂപയുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നത് ചർച്ച ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതുമാണ്. ഈ പറയുന്നതിനകത്ത് ഡാറ്റ പ്രകാരം തെറ്റുണ്ടെങ്കിൽ സബ്ജക്റ്റ് ടു കറക്ഷൻ എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. പക്ഷേ എൻ്റെ അറിവ് അങ്ങനെയാണ്. അപ്പോഴും ഞാൻ പറയുന്നു, ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ കേരളത്തിലെ മുല്ലമാർക്കും മുഖ്രിമാർക്കും ഇമാമുമാർക്കും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷനും കൊടുക്കുന്നില്ല. ക്ഷേമനിധിയുടെ ഭാഗമായിട്ട് അവർക്ക് ആനുകൂല്യമുണ്ട്. ക്ഷേമനിധി അടയ്ക്കുന്ന അംശദായത്തിൻ്റെയും അവർക്ക് കിട്ടുന്ന ആനുകൂല്യത്തിൻ്റെയും അന്തരം എത്രയാണെന്ന് പരിശോധിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. ഇതുപോലെ കേരളത്തിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ അല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, എല്ലാ പ്രദേശത്തുമുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ അന്ത്യത്തിരി കത്തിക്കാൻ ബുദ്ധിമുട്ടുന്ന ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന പാവപ്പെട്ട പൂജാരിമാരില്ലേ, അവരെ ആരെങ്കിലും കാണുന്നുണ്ടോ കേരളത്തിൽ? ബംഗാളിലും കണ്ടിരുന്നില്ല. ബംഗാളിൽ മമത ആകെ കണ്ടിരുന്നത് സംഘടിത മതന്യൂനപക്ഷമായ മുസ്ലിമുകളെ മാത്രമാണ്. മമതയ്ക്ക് ഒരു മടിയില്ലായിരുന്നല്ലോ. സമ്മേളന വേദികളിലൊക്കെ വന്നിട്ട് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിട്ടാണ് മമത പ്രസംഗിക്കുന്നത്. ഇൻഷാ അള്ളാ പറഞ്ഞ് കേരളത്തിൽ പിണറായി വിജയൻ പറയാറില്ല. ഇപ്പോൾ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി 22 MLA-മാരുടെ പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഒരു വേദിയിലും ഒരൗദ്യോഗിക പരിപാടിയിലും VD സതീശൻ വന്നിട്ട് ഇൻഷാ അള്ളാ എന്ന് പറയില്ല. ഒരുപക്ഷെ കേരളത്തിലെ ലീഗ് മന്ത്രിമാർ പോലും ഒരു സർക്കാർ പരിപാടിയിൽ വന്നിട്ട് ഇൻഷാ അള്ളാ എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല. അവരുടെ പാർട്ടി പരിപാടിയിൽ പറയുമായിരിക്കാം. പക്ഷേ സർക്കാരിൻ്റെ പരിപാടികളിൽ പോലും മുസ്ലിം
മന്ത്രങ്ങൾ, മുസ്ലിം സല്യൂട്ടേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു മമതാ ബാനർജി. മമത ബംഗാളിനെ എങ്ങനെയൊക്കെയാണ് ഒരു ഇസ്ലാമിക രാജ്യം പോലെ പരിപാലിച്ചിരുന്നത് എന്നാണ് നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കടക്കൽ കത്തി വെച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മമത ഉണ്ടാക്കി വെച്ചിരുന്ന ഇസ്ലാമിക ഖലീഫേറ്റിൻ്റെ തൂണുകൾ ഓരോന്നായി തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ബംഗാൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ ലൈവ് മാത്രമേ ഭാഗ്യവശാൽ മലയാളത്തിലുള്ളൂ. കാരണം എല്ലാ ചാനലുകളും ഇപ്പോൾ ബംഗാളിൽ നിന്ന് വാർത്ത കൊടുക്കുന്നുണ്ട്. ബി ജെ പിക്കാർ ഓടി നടന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, കെട്ടിടങ്ങൾ പൊളിക്കുന്നു, ഒഴിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 15 വർഷക്കാലം ബംഗാളിലെ വാർത്തകൾ കൊടുക്കാതിരുന്നവർ, ബംഗാളിലെ ഹിന്ദുക്കളെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ അത് സംപ്രേഷണം ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ചാനലിലിരുന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുള്ള കേരളത്തിലാണ് ബംഗാളിൽ നിന്നുള്ള പോസിറ്റീവായ വാർത്തകൾ മറച്ചു വെക്കുന്ന പ്രവണത ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ബംഗാളിലെ വാർത്തകൾ, എല്ലാ വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത്തരം സത്യങ്ങൾ പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ ചാനലിൻ്റെ IND എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തെളിഞ്ഞ് വരും. അവിടെ നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണാം. അവിടെ തൊട്ടാൽ മതി. തൊട്ടിപ്പുറത്തൊരു ബെൽ ചിഹ്നവും ഉണ്ടാവും, മണിയുടെ ഒരു ചിത്രം. അവിടെയും ഒന്ന് തൊട്ടാൽ നമ്മുടെ ചാനൽ സമ്പൂർണ്ണമായി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. സഹായിക്കുക, കൂടെ നിൽക്കുക.